നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നിലവിൽ 90% പൂർത്തിയായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കാനുള്ളവർക്കൊക്കെയാണ് 200, 300, 500 കുറഞ്ഞു വന്നവർ അവർക്കാണ് ഇനി ബാക്കി തുകയൊക്കെ ലഭിക്കാനുള്ളത്. രണ്ടാം ഘട്ട വിതരണത്തിൽ ആ ഒരു ആനുകൂല്യം കൃത്യമായിട്ട് നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. സംസ്ഥാന സർക്കാർ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് മുൻപ് തന്നെ കൈമാറിയിട്ടുള്ളതാണ്. ഓഗസ്റ്റ് മാസം 19-ാം തീയതി മുതൽ ഓണക്കാലത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചതാണ്. നിലവിൽ 19-ാം തീയതിയും 20-ാം തീയതിയുമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പരമാവധി ആളുകൾക്കും ആനുകൂല്യം എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്കുമെല്ലാം, അതായത് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർ, അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണമായിരുന്നു. ഉത്രാടം ദിനം വരെ ഈ രീതിയിൽ വിതരണം സജീവമായിരുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ അവധി ദിവസങ്ങളാണ്. അതിനുശേഷം വീണ്ടും വിതരണം പുനഃസ്ഥാപിക്കുന്നതായിരിക്കും. അപ്പോൾ ആനുകൂല്യം ഇനി ആർക്കെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സേവനയുടെ സൈറ്റിലൊക്കെ ഒന്ന് സ്റ്റാറ്റസ് കൂടി പരിശോധിച്ചേക്കുക. ഇനി നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിങ് സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ അടുത്ത മാസം കൃത്യമായിട്ട് ഇതുവരെ ചെയ്യാത്തവർ പോയി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കിടപ്പ് രോഗികളാണെങ്കിൽ, നേരിട്ടെത്തി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലും വാർഡ് മെമ്പറുടെ പക്കലും അറിയിക്കുകയും വേണം. കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാർക്ക് വീട്ടിലെത്തിച്ചേരുന്നതിന് വേണ്ടി അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള, അതായത് കൃത്യമായിട്ട് നമ്മളുടെ ഫോൺ നമ്പർ കൊടുത്തിരിക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ, കൃത്യമായിട്ട് നമ്മുടെ ലൊക്കേഷൻ, ആ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാകും വിധം പറഞ്ഞു കൊടുക്കുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്കും സപ്ലൈകോയ്ക്കുമെല്ലാം തിരുവോണ ദിവസങ്ങളിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും അവധിയൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം വാങ്ങാത്തവരുണ്ടെങ്കിൽ അതിനുശേഷമൊക്കെ ഇനി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് മാത്രമല്ല, സപ്ലൈകോയിലാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം വരെയും, പ്രത്യേകിച്ച് ഇന്നുകൂടി വലിയൊരു വിൽപ്പന തന്നെയാണ് നടന്നിട്ടുള്ളത്. പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റം അനുഭവപ്പെട്ടിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി സബ്സിഡി ഇട്ടാണ് നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചത്. പ്രത്യേകിച്ച് പഞ്ചസാരയും വെളിച്ചെണ്ണയും പോലുള്ള എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, റേഷൻ കാർഡുകൾക്ക് സെപ്റ്റംബർ മാസത്തെ അഡ്വാൻസ് ആയിട്ട് വാങ്ങാനുള്ള സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ അവധിയുണ്ട്. അതിനുശേഷമേ നമുക്കിനി വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ആനുകൂല്യം ലഭിച്ചവർക്ക് മറ്റ് തടസ്സങ്ങളില്ല. ഇനിയും വാങ്ങാനുള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ബാങ്ക് അവധി കൂടി ഉള്ളതുകൊണ്ട് തന്നെ വിവിധ ഇടപാടുകൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ UPI ട്രാൻസാക്ഷനുകൾക്ക് തടസ്സമുണ്ടായിരിക്കുന്നതല്ല. ഇനി ATM ശൃംഖലകളിൽ പോലും പണം പിൻവലിക്കലൊക്കെ നിലവിൽ പല ATM കൗണ്ടറുകളും കാലിയായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഈ അവധി ദിവസങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ ഈ സമയത്ത് സ്വീകരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി ആർജിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്ത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ നൽകുന്ന ജാഗ്രത നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കൂടി വേണം. ഓണക്കാലമാണ്, അവധി സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് അലേർട്ടുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ ക്രമീകരിക്കുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ വീതം കർഷകർക്ക് മുടങ്ങാതെ ലഭിക്കാൻ കർഷക ID എടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കരമടച്ച രസീത്, കർഷകൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. OTP അധിഷ്ഠിത വെരിഫിക്കേഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ടൊക്കെയാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ആവശ്യമായിട്ട് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ 2026 ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കാത്തവർ ആ രീതിയിലുള്ള മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കുക. അത് നമുക്ക് കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും സംവിധാനമുണ്ട്. അവധി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് സുഗമമായിട്ട് പോയി ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2000 രൂപ വീതം 3 ഗഡുക്കൾ വർഷത്തിൽ വാങ്ങുന്ന കർഷകരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.